ഹലോ, ഹാപ്പി ഓണം എല്ലാവർക്കും. ഇന്ന് ഉത്രാടം ഡേ ആണ്. സോ ഞാൻ വിചാരിച്ചൊന്ന് വ്ളോഗ് എടുക്കാമെന്നുള്ളത്. ബിക്കോസ് ഇന്നേ വരെ ഞാൻ ഓണം വ്ളോഗ് എടുത്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിപ്പോൾ കുഞ്ഞു കുട്ടിയാകുമ്പോഴൊരു വ്ളോഗ് ഓണമാണല്ലോ. അപ്പോൾ അവന് ഫ്യൂച്ചറിൽ കാണുമ്പോൾ അത് നല്ല രസമായിരിക്കും. അമ്മ ഇങ്ങനെയൊക്കെയാണ് ഓണം പണ്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നതെന്ന് അവന് പറയാമല്ലോ. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഓണം വ്ളോഗ് എടുക്കാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഒരു ഫ്യൂച്ചറിൽ ഒരു മെമ്മറിയായി സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് എനിക്ക് പനിയാണ്, അതുകൊണ്ടായിരുന്നു പനി. സോ അതിപ്പോൾ എനിക്ക് ഇന്നലെ ട്രാൻസ്ഫറായി കിട്ടിയിട്ടുണ്ട്. അവൻ്റെ പനി മാറി. ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പനി, തലവേദന, ഒരു ചുമ, അതൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. നാളേക്കത് കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പോൾ ആക്ച്വലി 11 മണി കഴിഞ്ഞു. ഞാൻ എണീക്കാൻ തന്നെ 10 മണിയായി. സോ ഞാൻ വേഗം പൂവിട്ടു, മാവേലിയൊക്കെ വെച്ചു. ഇനി സദ്യയ്ക്കുള്ള പരിപാടികളിലോട്ട് മൂവ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഞാൻ പൂ ഇട്ടത് കാണിച്ചു തരാം കേട്ടോ. അതും ഉറങ്ങി എണീറ്റിട്ടില്ല. അതും വലിയ അവന് സൗകര്യമുള്ളപ്പോൾ എണീക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം അവനെ പകുതി വെച്ച് എണീപ്പിച്ചാൽ അവൻ ഭയങ്കര മൂഡ് ഔട്ടായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം ഫുൾ എൻ്റെ കുളമൊക്കെ കയ്യിൽ തരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ അതോടെ കലാപരിപാടികളാണ്. ഓക്കെ, അപ്പോൾ അവൻ ഇഷ്ടമുള്ളപ്പോൾ അവൻ എണീക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുകയാണ്. സോ അവൻ എണീക്കുന്നതിന് മുന്നേ കുറച്ച് ഡിഷസ് ഉണ്ടാക്കി വെക്കണം സദ്യയ്ക്ക്. അപ്പോൾ ഓൾറെഡി അമ്മയും ചേച്ചിയൊക്കെ കുറച്ച് ഡിഷസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കുറച്ച് ഡിഷസും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. സോ അത് ചെയ്യണം. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇന്ന് വീട്ടിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്തെങ്കിലും പൂവിട്ടത് കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മളുടെ വീട്ടിൽ മാവേലി വാങ്ങിക്കുന്നത് കേട്ടോ. ഞാനും ആദ്യവും കൂടെ പോയിട്ടാണ് ഈ മാവേലിയൊക്കെ വാങ്ങിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കോൾഡാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് ഭയങ്കര പാറയിലിട്ട് വരച്ച പോലെ ഉണ്ടാവും. പിന്നെ അരിമാവ് കണിഞ്ഞു. ഈ അരിമാവ് അണിയാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് എനിക്കറിയുന്ന പോലെ ട്രയാങ്കിളും സ്ക്വയറും സർക്കിളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു കേട്ടോ. വിഷുവിനേക്കാളും അടിപൊളി ഓണാണ് കേട്ടോ. ബിക്കോസ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഇതുപോലെ മാവണിയണം, പിന്നെ പൂക്കളമിടണം, പിന്നെന്താ മാവേലി വെക്കണം, സദ്യ ഉണ്ടാക്കണം, വീട്ടിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ഓണം നല്ല രസമാണ്. മറ്റ് വിഷു ആണെങ്കിൽ നമ്മൾ രാവിലെ കൈനീട്ടം തന്നാൽ പിന്നെ വലിയ പരിപാടിയൊന്നുമില്ലല്ലോ. ഒരുപാട് പരിപാടികൾ വേണം, എന്നാലേ നമുക്ക് ഫുൾ ഡേ നല്ല അടിപൊളി വൈബായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ കിടന്നുറങ്ങും. സോ അങ്ങനെ രാവിലെ ഇതൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ അറിയാത്തതുകൊണ്ട് ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ചേച്ചി. അപ്പോൾ ചേച്ചി തേങ്ങയൊക്കെ പൊട്ടിച്ചു തന്നു. എന്നിട്ട് അവിടെ വെച്ചു. പിന്നെന്താ വെച്ചേ, പിന്നെ അപ്പം ഉണ്ടാക്കി കേട്ടോ. ഒരു മധുരമുള്ള അപ്പവും ഒരു ഉപ്പുള്ള അപ്പവും, അങ്ങനെ 2 അപ്പം ഉണ്ടാക്കി. എന്നിട്ട് അത് 2 മാവേലിക്ക് വെച്ച് കൊടുത്തു. പിന്നെ എന്താ ഇതൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെ മിസ് ചെയ്താലും ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും മിസ് ചെയ്യില്ല. എനിക്ക് പനിയായിരുന്നു, പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഇതൊക്കെ ചെയ്തു. ബിക്കോസ് എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതും ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു. സോ അവൻ രാവിലെ എനിക്ക് വന്നിട്ടുള്ള സീനാണിത്. ഇതെന്താ ഡ്രസ്സിലൊക്കെ എന്താ ബ്രൗൺ കിൻഡർ ജോയോ? എന്നിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഓരോരോ സംഭവങ്ങളായി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ മാവേലിയാണ്, അമ്മ ഇങ്ങനെ വരച്ചതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വരച്ചതാണ്. ബിക്കോസ് അതിൽ ഫുൾ ട്രയാങ്കിൾസും സർക്കിൾസും ആയതുകൊണ്ട് അവന് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു. സോ അവൻ ട്രയാങ്കിൾസും സർക്കിൾസും ഒക്കെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ചുറ്റും കുറേ നേരം നടന്നു ഞാനും അവനും കൂടെ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ടാണ് ഇന്ന് രാവിലെ പാലൊക്കെ കുടിച്ചത്. സോ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനും കോൾഡായിരുന്നു, പക്ഷേ കോൾഡ് മാറി. കോൾഡ് മാറി, ഫീവർ മാറി. ഇപ്പോൾ കഫ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്നാലും അവൻ കുറച്ച് ആക്റ്റീവായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സോ അവന് പാലൊക്കെ കൊടുത്ത് ടി വിയുടെ ഫ്രണ്ടിൽ കുറച്ച് നേരം ഇരുത്തി. അത് കഴിഞ്ഞതും ഞാൻ നേരെ സദ്യയുടെ പ്രിപ്പറേഷനിലേക്ക് പോയി. സോ ഫസ്റ്റായിട്ട് ഞാൻ അടപ്പായസം ഉണ്ടാക്കിയത് കേട്ടോ. സിമ്പിളാണല്ലോ. സോ ജസ്റ്റ് പാല് തിളപ്പിച്ച് അതിലോട്ട് ഈ അട ഇട്ടു.
അതിട്ട് അതവിടെ വെച്ചു. പിന്നെ അടുത്ത പണി, എൻ്റെ ഏറ്റവും വലിയ പണിയാണ് ഈ ഇരിക്കുന്നത്. എനിക്കൊന്ന് കുളിച്ചൂടെ? ഓണമല്ലേ ഓണമല്ലേ ഞാൻ ഇരിക്കില്ല. പറ. നന്നായിട്ട് പോണം. അങ്ങനെ രാവിലെ കുറച്ച് നേരം ഏട്ടനെ ഉപദ്രവിച്ചു. കുളിക്കാൻ കുറേ പറഞ്ഞിട്ടും കുളിക്കാൻ പോയില്ല. സോ ഞാൻ പിന്നെ അഗെയിൻ സദ്യയുടെ ഇടയിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇത് അവിയലിനുള്ളതാണ്, ഇത് കൂട്ടുകറിക്കുള്ളതാണ്. ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് അമ്മ അവന് കുറച്ചല്ല 2 ഇഡ്ഡലി കൊടുത്തു. ഇഡ്ഡലി കൊടുത്തതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ ഇന്നലെ ഓൾറെഡി സാമ്പാർ, മോര് കറി, ഓലൻ അങ്ങനെ കുറച്ച് ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂട്ടുകറിയും പൈനാപ്പിൾ പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ബിക്കോസ് എനിക്ക് മധുരമുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണ്. സോ പൈനാപ്പിൾ പച്ചടി, കൂട്ടുകറി, പിന്നെ എന്താ ഉണ്ടാക്കിയത്, അടപ്പായസം, ചെറുപയർ പായസം, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി. സോ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ മാവേലിക്ക് ഫുഡ് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് നമ്മളൊരു താലത്തിൽ ഫുഡ് എടുത്തിട്ട് മാവേലിക്ക് കൊണ്ടായിട്ട് വെച്ച് കൊടുക്കണം. സോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി, ഏട്ടനും എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. വളരെ അപൂർവമായ സംഭവമാണിത്. ഏട്ടന് ഇങ്ങനത്തെ പരിപാടികളിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതല്ല, ഭയങ്കര മടിയാണ്. പക്ഷെ എന്നാലും എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി വെറുതെ എൻ്റെ കൂടെ ഇതൊക്കെ ചെയ്തു തരും. ദാറ്റ് ഐ അപ്രീഷിയേറ്റ്. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ പൂവും വെള്ളമൊക്കെ നമ്മൾ മാവേലിക്ക് കൊടുക്കണം. സോ അങ്ങനെ കൊടുത്തു. പിന്നെ എല്ലാവരെ കൊണ്ടും ഞാൻ കൊടുപ്പിച്ചു. അപ്പോൾ എല്ലാവരും കൊടുക്കും യൂഷ്വലി, പക്ഷെ എന്നാലും മടി പിടിച്ചിരിക്കുന്നവരെയൊക്കെ പിടിച്ച് എണീപ്പിച്ച് കൊണ്ടുവന്ന് നമ്മൾ കൊടുപ്പിക്കണം. ഓക്കെ, സോ അങ്ങനെ എല്ലാവരെ കൊണ്ടും പൂവും വെള്ളമൊക്കെ കൊടുത്തു. നല്ല രസമായിട്ടോ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ, ഫാമിലിയിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യണത്. ബിക്കോസ് ഇതെല്ലാം ഒരു മെമ്മറിയാണല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത്. ഇത് ഫ്യൂച്ചറിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പൂവും വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ ഈ ആദൂട്ടനെയും ഞാൻ എങ്ങനെയൊക്കെയോ കാലും കയ്യെ പിടിച്ച് കൊണ്ടുവന്ന് അവനോട് ഞാൻ ഇതിടാൻ പറയാം കേട്ടോ. അവനിങ്ങനെ ഈ വെള്ളത്തിലിട്ട് ഇങ്ങനെ ചെയ്യണം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവൻ നിർത്താൻ റെഡിയല്ലായിരുന്നു. പിന്നെ ഇട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു, യെല്ലോ, ഓറഞ്ച്, വയലറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇട്ടു. സോ അങ്ങനെ പൂജയൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സദ്യ കഴിക്കുന്ന സമയം ഏകദേശം ഒരു 2:30-3 മണിയായിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ സദ്യ റെഡിയായത്. അപ്പോൾ അങ്ങനെ സദ്യ കഴിക്കാനിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ആദു ആണ് വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നത്. അതും വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ പ്ലേറ്റിലും പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിനിടയിൽ എന്തൊക്കെയോ കോമഡികൾ ഏട്ടനും വല്യച്ചിയും അമ്മയും കൂടെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം മതി എന്ന് പറയരുത്, സദ്യ മതി എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണത്തിന് സദ്യ വിളമ്പുമ്പോൾ മതി എന്ന് പറയരുതെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും എന്താ ഇപ്പോൾ പറയാം, ഫുഡ് മതിയായാലും പറഞ്ഞ് എല്ലാവരും കൂടെ ഡിസ്കഷനിലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായി എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കും. എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും ഇടയിൽ ഇവൻ്റെ മേലൊരു കണ്ണ് വേണം, അല്ലെങ്കിൽ അതുപോലെ കുപ്പിക്കും. ഈ എണ്ണയൊക്കെ എടുത്ത് അവിടെ കുഴിച്ച് വെച്ച് അതിൻ്റെ മേലെ ഫുൾ കളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സദ്യയുടെ ഡിഷസ്. അവിയലുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, മാമ്പഴമല്ല പൈനാപ്പിൾ കറി ഉണ്ടായിരുന്നു, ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു, പരിപ്പ് ഉണ്ടായിരുന്നു, ഓലൻ ഉണ്ടായിരുന്നു, പിന്നെ തൈരുണ്ടായിരുന്നു, ചോറ്, ചെറുപയർ പായസം ഉണ്ടായിരുന്നു, അടപ്പായസം ഉണ്ടായിരുന്നു. ദിസ് ഈസ് മുരുകാളൻ ആൻഡ് ദിസ് ഈസ് സാമ്പാർ ആൻഡ് പഴം പുഴുങ്ങിയത്. പിന്നെ വേറൊരു സ്പെഷ്യൽ ഡിഷും കൂടി ഉണ്ടായിരുന്നു. അത് അതുണ്ടാക്കിയ സാലഡാണ്. അറിയാതെ പോലും നമ്മളിത് കഴിച്ചു പോകരുത്. നമ്മളെങ്ങാനും കഴിച്ചു പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല. ബിക്കോസ് ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പൗഡർ, ക്രീം, അങ്ങനെയുള്ള എല്ലാ സകല വസ്തുക്കളും ആഡ് ചെയ്തതാണ് ആ സാലഡ്. സോ അങ്ങനെ ബാക്കി എല്ലാവരൊക്കെ കഴിക്കാനിരിക്കുക കേട്ടോ. അതും ഭക്ഷണം കഴിക്കാനിരിക്കണം. സോ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചോറ് കഴിക്കില്ല, പപ്പടം മാത്രമേ കഴിക്കൂ എന്നുള്ളത്. പക്ഷെ പപ്പടം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ പുള്ളിക്കാരന് കുറച്ച് ചോറും കൂടെ കഴിക്കാൻ തോന്നി. അങ്ങനെ അവൻ ചോറ് ഇതുപോലെ ഒരു അവിയൽ പരുവത്തിലാക്കി ഒരു ഫുട്ബോൾ മാച്ച് പോലെ
ഇങ്ങനെ ആ പ്ലേറ്റല്ല ഇലേനയാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഡ്രസ്സൊക്കെ നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു കേട്ടോ. അന്ന് ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട്. സോ അവൻ്റെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ അതേ ഇലയിൽ തന്നെ ഞാനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ എൻ്റെ ഇടയിൽ വന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവൻ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പിന്നെ ടയേർഡായി. സദ്യ കഴിച്ച് എന്തായാലും ടയേർഡ് ആവുമല്ലോ. സോ അങ്ങനെ ടയേർഡായി ഞാനും അതും കൂടെ കുറച്ച് നേരം TV കണ്ടുകൊണ്ടിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻഡ്, ദെൻ ഞങ്ങൾ പുറത്തൊക്കെ പോയി അമ്മയുടെ വീട്ടിൽ പോയി ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. സോ അങ്ങോട്ട് പോയി. അതൊക്കെയായിരുന്നു ഈ ഉത്രാടം ഡേയിലെ വിശേഷങ്ങൾ. സോ നമുക്ക് നെക്സ്റ്റ് തിരുവോണം ഡേയുടെ വിശേഷങ്ങൾ നോക്കാം. രാവിലെ ഉറങ്ങിയിട്ട് വരാൻ തന്നെ 10 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ നല്ല പനിയായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ കുളിച്ചൊന്നുമില്ല, നേരെ പൂക്കളത്തിൻ്റെ പണികളിലേക്ക് പോയി. അപ്പം ഞാനൊരു ക്രയോൺസ് എടുത്ത് വേണ്ട ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കുഞ്ഞു പൂക്കളാണ് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് തലേ ദിവസം രാത്രി, ഉത്രാടം രാത്രി ഞാൻ പൂ വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് കുറച്ച് പൂക്കളെ എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു തന്നുള്ളൂ. രാവിലെ എണീറ്റ് 6:30 പോയി ഞാൻ നിനക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ വാങ്ങിച്ച് തരാം, പുറത്ത് പോയി ചായ കുടിക്കാം, സ്കൂട്ടറിൽ പോവാം, നല്ല വൈബായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്ത് കിടന്നുറങ്ങുന്ന ഒരു ഭർത്താവാണ് എനിക്കുള്ളത്. എന്നിട്ട് 11 മണിയായിട്ടും ഏട്ടൻ എണീട്ടില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പൂ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മെല്ലെ പൂ ഇട്ടുകൊണ്ടിരിക്കുക, ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട്. അങ്ങനെ 11:30 ആയപ്പോൾ എൻ്റെ ഭർത്താവ് എണീറ്റ് വന്നു. എന്നിട്ട് കുറേ സോറി നീ വിളിച്ചെണീപ്പിക്കാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഏട്ടൻ പൂ ഇടാനിരുന്നാൽ പിന്നെ പെർഫെക്ഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ ഫുൾ പെർഫെക്ഷൻ വേണം. അങ്ങനെ പെർഫെക്ഷൻ നോക്കി ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ 12 മണിയായപ്പോഴാണ് പൂക്കളം ഇട്ട് കഴിഞ്ഞത്. സോ അവന് മോർണിംഗ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. റോസ്റ്റ് അവൻ്റെ ഫേവറേറ്റ് ആണ്. സോ റോസ്റ്റ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് പനിയായതുകൊണ്ട് അമ്മയായിട്ടോ പൂജയൊക്കെ ചെയ്തു. അമ്മ വേഗം കുളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും ഏട്ടനും അതൊക്കെ മെല്ലെയാണ് കുളിച്ചത്, ഉച്ചയ്ക്കാണ് കുളിച്ചത്. സോ അമ്മ പൂജ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഹൃദയം മൂവി കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇരുന്ന് കരഞ്ഞു. ഏട്ടനും കരഞ്ഞു എന്നാണ് തോന്നുന്നത്, ബിക്കോസ് ഇത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് റെഡിയായി വന്നു. 2 മണിക്കാണ് നമ്മൾ സദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ പോയി ഡൈനിങ് ആയിരുന്നു. സോ വേഗം അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞങ്ങളെല്ലാവരും എന്തായാലും റെഡിയായി വരാൻ 2 മണി ആവും എന്നുള്ളത് ഉറപ്പായിരുന്നു. സോ അതുകൊണ്ടാണ് 2 മണിക്ക് സദ്യ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്താൻ 2:30 അപ്പോൾ ഞങ്ങളങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെനിക്ക് ഏട്ടൻ്റെ അമ്മ ഗിഫ്റ്റ് തന്ന സാരിയാണ് ഓണത്തിന്. ദാറ്റ് ഈസ് ഓണക്കോടി. സോ അതൊക്കെ കൊടുത്തു റെഡിയായി. എനിക്ക് പൂ വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഉച്ച നേരമായതുകൊണ്ട് എവിടെയും പൂ കിട്ടാനുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് പൂവൊന്നും വെച്ചില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങി. ഇത് ആദുവിൻ്റെ ഓണക്കോടിയാണ് കേട്ടോ. അത് എൻ്റെ അമ്മ കൊടുത്ത ഓണക്കോടിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഷർട്ട് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഷർട്ട്. അങ്ങനെ റെഡിയായി ഇറങ്ങി. പിന്നെ ഇത് അവൻ്റെ ഓരോരോ ബഹളങ്ങളാണ്. അവൻ ഏതർ സ്കൂട്ടറിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ അല്ലെങ്കിൽ ബെൻസിലോ, ഇതിലല്ലാതെ അവൻ പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 3 ഞങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ ബെൻസ് ഞങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടിഗോറിൽ പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. സോ അവൻ എങ്ങനെയൊക്കെയോ മൊബൈലൊക്കെ കാണിച്ച് കൊടുത്ത് കയറ്റി. അങ്ങനെ ഞങ്ങളൊരു 2:30 ആകുമ്പോൾ റെസ്റ്റോറൻറ്റ് എത്തി. D9 എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ കളിക്കണം എന്ന് പറഞ്ഞ് അത് കുറച്ച് നേരമൊക്കെ വാശി പിടിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ അവനെ വിളിച്ച് കൊണ്ടുവന്നു. റെസ്റ്റോറൻറ്റ് മുന്നിലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഫുൾ ടൈം ഫോൺ കൊടുക്കരുതെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അവൻ്റെ വാശി കാരണം ഫോൺ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഫോണൊക്കെ കൊടുത്ത് ഞങ്ങൾ സദ്യ കഴിക്കാനായി പോയി ഇരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു, കുറേ ഡിഷസ് ഉണ്ടായിരുന്നു കേട്ടോ.
എപ്പോഴും സദ്യ എന്ന് പറയുമ്പോൾ ആക്ച്വലി വീട്ടിലിരുന്ന് കഴിക്കുന്ന സദ്യ ആയിരിക്കും കേട്ടോ ഏറ്റവും രസം. ബിക്കോസ് അതിൻ്റെ കൂടെ കുറേ മെമ്മറീസ് ഉണ്ടാവും, നമ്മൾ കഷ്ടപ്പാടും പിന്നെ ഓരോന്ന് സെർവ് ചെയ്യുന്നതും എല്ലാം. ഇത് നമ്മൾ ചുമ്മാ പോയിരുന്ന് കഴിക്കുകയല്ലേ, അപ്പോൾ അത്ര ഒരു രസം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഇങ്ങനെ എൻ്റെ മേലെ കാലൊക്കെ വെച്ചൊരു രാജാവിനെ പോലെ ഇരുന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫോണിനിടയിലായതുകൊണ്ട് ഭക്ഷണം അവന് കൊടുക്കുന്നതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫുഡൊക്കെ ഞാൻ കൊടുത്തതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. സദ്യ അടിപൊളിയായിരുന്നു. പായസം നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടപ്പായസം ആൻഡ് ചെറുപയർ പായസം രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സോ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു അവിടുന്ന്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മലമ്പുഴയിലോട്ട് പോയിട്ടോ. ചുമ്മാ ഒരു ഔട്ടിങ്. അതിനുവേണ്ടി ഞങ്ങൾ മലമ്പുഴ കവയിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു കഫേ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടു. അപ്പോൾ ചുമ്മാ അത് കാണാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു ഔട്ടിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ കവയിലോട്ട് പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുക കേട്ടോ. പിന്നെ എണീറ്റ് കളിക്കലായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ വിൻഡോ ഒക്കെ താഴ്ത്തിയിട്ട് നല്ല ആ കാടിൻ്റെയൊക്കെ ശബ്ദം ഇങ്ങനെ കേട്ടിട്ടാണ് പോയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വലിയച്ഛ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട് കാണാൻ വേണ്ടി പോകണം എന്നുള്ളത്. അതായത് ഒരു ഫോറസ്റ്റിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ആ മരത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടിരിക്കണം എന്നുള്ളത്. സോ ഞങ്ങൾ വിൻഡോ ഒക്കെ താഴ്ത്തി നല്ലോണം അതെല്ലാം നേച്ചറൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞാനും അതും കൂടെ കളിക്കുക കേട്ടോ. എൻ്റെ സാരിയൊക്കെ അവൻ കുളമാക്കി. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അവിടെ ഒരു ലേക്കല്ല കേട്ടോ, എന്താ പുഴയാണ്, ഡാം ഉണ്ട്. അപ്പോൾ അതിന് സൈഡിലിങ്ങനെ ഐലൻഡാണിത്. അയ്യോ, അങ്ങനെ എന്നെ കൊഞ്ചിച്ചോണ്ടിരിക്കുക കേട്ടോ. അതും അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. സോ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ലവ് യു all. Bye.